മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് പിന്നാലെ കോൺഗ്രസിൽ മന്ത്രി ചർച്ചകളും സജീവമായി. ജയിച്ചെത്തിയാൽ 20-ലധികം MLA-മാരാണ് മന്ത്രിസ്ഥാനത്തേക്ക് കണ്ണുവയ്ക്കുന്നത്. മുൻകാല പരിചയത്തിനൊപ്പം ഗ്രൂപ്പ്, സമുദായ, പ്രാദേശിക ഘടകങ്ങൾ ഉയർത്തിയാണ് വിവിധ നേതാക്കൾ മന്ത്രി കുപ്പായം തുന്നുന്നത്. സുനിൽ ഐസക് കൂടുതൽ വിവരങ്ങളുമായി. സുനിൽ, ജയം ഉറപ്പിച്ച മട്ടിലാണ് കോൺഗ്രസിനകത്ത് കാര്യങ്ങൾ നടക്കുന്നത് നമുക്കറിയാം. അത് സംഭവിക്കുമെന്നൊരു ഉറപ്പുമില്ല. പക്ഷേ എല്ലാവരും ഇത്തവണ എന്തായാലും കിട്ടും എന്ന മട്ടിലാണ്. അതിൽ മന്ത്രിസ്ഥാനം മോഹിച്ചു വരുന്നവർ ഏതൊക്കെ മാനദണ്ഡങ്ങളും അല്ലെങ്കിൽ മെറിറ്റ് മുന്നിൽ വെച്ചിട്ടാണ് അതിനുവേണ്ടി പരിശ്രമിക്കുന്നത്? നിഷാദ്, നമുക്കറിയാം കൊണ്ടുപിടിച്ച മുഖ്യമന്ത്രി ചർച്ചകളായിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇവിടെ നടന്നുകൊണ്ടിരുന്നത്, കോൺഗ്രസിനുള്ളിൽ നടന്നുകൊണ്ടിരുന്നത്. അതിന് പക്ഷേ ഹൈക്കമാൻഡും KPCCയും മൂക്കേറിയിട്ടിട്ടുണ്ട്. പരസ്യ പ്രതികരണമൊക്കെ അവസാനിപ്പിച്ചെങ്കിലും രഹസ്യമായുള്ള നീക്കങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട് 3 പ്രധാനപ്പെട്ട നേതാക്കളും നടത്തുന്നുണ്ടെന്നാണ് കോൺഗ്രസിനുള്ളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതിന്റെ ഭാഗമായി വേണം ഇന്നലെ ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രത്തിൽ രമേശ് ചെന്നിത്തലയുടെ ഒരു ജീവചരിത്രവും ഒരു ഫീച്ചറും ഒക്കെ പ്രസിദ്ധീകരിച്ചു വരുന്നത്. എന്തായാലും അത്തരം കാര്യങ്ങളൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അതിനിടയിലാണ് മന്ത്രി ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട് പാർട്ടിക്കുള്ളിൽ എന്ന വിവരം കൂടി പുറത്തേക്ക് വരുന്നത്. അതായത് അധികാരം കിട്ടുകയാണെങ്കിൽ, UDF അധികാരം കിട്ടുകയാണെങ്കിൽ കോൺഗ്രസിന് ലഭിക്കേണ്ടത് 11 മന്ത്രിസ്ഥാനവും സ്പീക്കർ സ്ഥാനവുമാണ്. ഈ 11 മന്ത്രിസ്ഥാനം കണ്ണുവെച്ചുകൊണ്ട് ഏതാണ്ട് 20-ലധികം MLA-മാരായി വരാൻ സാധ്യതയുള്ളവരാണ് ഇപ്പോൾ ഈ മന്ത്രിസ്ഥാനത്തിന് വേണ്ടിയുള്ള ചില കരുനീക്കങ്ങളൊക്കെ പലയിടങ്ങളിലായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് പലതരത്തിലുള്ള മാനദണ്ഡങ്ങൾ അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് മുൻപ് മന്ത്രിസ്ഥാനത്തിരുന്ന പരിചയം, ഒപ്പം പലതവണ ജയിച്ചു വന്ന എക്സ്പീരിയൻസ്, ഒപ്പം സാമുദായിക പ്രാതിനിധ്യം, പ്രാദേശിക പ്രാതിനിധ്യം, ഇതൊക്കെ ഉയർത്തി കാണിച്ചുകൊണ്ടുള്ള ഒരു മൂവ്മെന്റാണ് പലയിടങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ VD സതീശൻ മുഖ്യമന്ത്രി ആയില്ലെങ്കിൽ ഒരുപക്ഷേ മന്ത്രിസഭയിലേക്ക് വരാനുള്ള സാധ്യത കുറവാണെന്ന വിവരമാണ് പാർട്ടിയിൽ നിന്ന് ലഭിക്കുന്നത്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളൊക്കെ പറയുന്നത് മുഖ്യമന്ത്രി സ്ഥാനമില്ലെങ്കിൽ മന്ത്രിസഭയിലേക്ക് ഇല്ല എന്നാണ്. പക്ഷേ VD ആണ് മുഖ്യമന്ത്രിയെങ്കിൽ കൂടിയും 2 പേർ ഉറപ്പായും മന്ത്രിസഭയിൽ ഉണ്ടാകും. അത് രമേശ് ചെന്നിത്തലയും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫുമാണ്. KPCC അധ്യക്ഷ സ്ഥാനം എന്തായാലും തെരഞ്ഞെടുപ്പിന് ശേഷം മറ്റൊരാൾക്ക് കൈമാറാനുള്ള ചർച്ചകളൊക്കെ കോൺഗ്രസിൽ നടക്കുന്നുണ്ട്. നേരത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സണ്ണി ജോസഫ് മത്സരിച്ചപ്പോൾ തന്നെ KPCC അധ്യക്ഷ സ്ഥാനം മറ്റൊരാൾക്ക് നൽകാൻ തീരുമാനിച്ചതായിരുന്നു. പക്ഷേ അത് അവസാന നിമിഷം പിന്നീട് ഹൈക്കമാൻഡിന്റെ ചില ഇടപെടലൊക്കെ ഉണ്ടായതിനെ തുടർന്ന് വേണ്ടെന്ന് വെക്കുകയാണ്. പക്ഷേ സണ്ണി ജോസഫ് എന്തായാലും അത് സാമുദായിക പ്രാതിനിധ്യമുണ്ട്, നിലവിലെ KPCC അധ്യക്ഷൻ എന്ന പദവിയുണ്ട്, അതൊക്കെ പരിഗണിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഇത്തവണ എന്തായാലും മന്ത്രിസഭയിൽ എടുക്കാനാണ് സാധ്യത. അതിനൊപ്പം ഒരു മന്ത്രിസഭയിലെത്താൻ സാധ്യതയുള്ള ഉറപ്പായ ചില ആളുകളുണ്ട് ജയിച്ചു വന്നാൽ. അത് പ്രധാനമായും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ടി സിദ്ദിഖും TN പ്രതാപനും PC വിശ്വനാഥും KM മുരളീധരനും അടക്കമുള്ള ആളുകളാണ്. ഇവരൊക്കെ ജയിച്ചു വന്നാൽ എന്തായാലും ഇത്തവണ ഉറപ്പായും മന്ത്രിസഭയിലെത്തുമെന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്ന ആളുകളാണ്. അതിനൊപ്പം വനിതാ പ്രാതിനിധ്യം, സ്വാഭാവികമായും 1-2 വനിതകൾ മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരാൾ എന്തായാലും കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുണ്ടാകും. അത് ഷാനിമോൾ ഉസ്മാനാണോ, ഉമ്മ തോമസ് ആണോ, ബിന്ദു കൃഷ്ണയാണോ എന്നുള്ള കാര്യത്തിലാണ്. അത് തുളസിയുമുണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി. അങ്ങനെ ഈ 4 പേരിൽ ആരെങ്കിലും ഒരാളെ പരിഗണിക്കും. ഒരുപക്ഷേ ഷാനിമോൾ ഉസ്മാൻ, ടി സിദ്ദിഖ് മന്ത്രിയായാൽ ഷാനിമോൾ ഉസ്മാൻ മന്ത്രിസ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യത കുറവാണ്. മറ്റു 3 പേർക്കാണ് ഒരുപക്ഷേ കൂടുതലായി മന്ത്രിസ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യതയുള്ളത്. ഇതിനൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10-ലധികം MLA-മാർ ഇതിനൊപ്പം മന്ത്രിസ്ഥാനത്തിൽ കണ്ണുനട്ടിരിക്കുന്ന ആളുകളുണ്ട്. പ്രത്യേകിച്ച് ഈ സമുദായ സമവാക്യങ്ങൾ എടുത്താൽ ഇപ്പോൾ ഈ നാടാർ സമുദായത്തിന്റെ ഒരു പ്രാതിനിധ്യം സ്വാഭാവികമായും മന്ത്രിസഭയിൽ സാധാരണഗതിയിൽ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ വന്നാൽ N ശക്തൻ നേരത്തെ സ്പീക്കറൊക്കെ ആയിരുന്നു അദ്ദേഹം ജയിച്ചെത്തിയാൽ മന്ത്രിസ്ഥാനത്തേക്ക് അദ്ദേഹം അത്തരം ഒരു അവകാശവാദം ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. മറ്റൊന്ന് ലത്തീൻ സമുദായത്തിന്റെ കോവളത്ത് നിന്നുള്ള M വിൻസെന്റ് ആയിരിക്കും ഒരുപക്ഷെ അത്തരം ഒരു അവകാശവാദം ഉന്നയിച്ച് മുന്നോട്ട് വരിക. അങ്ങനെ വന്നാൽ പക്ഷേ അദ്ദേഹത്തിനെതിരായ ഒരു കേസുണ്ട്, അത് അദ്ദേഹത്തിന് ചെറിയ തിരിച്ചടിയാവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ TJ വിനോദിനെ ഒരുപക്ഷെ പരിഗണിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇതിനൊപ്പം AP അനിൽകുമാർ, VS ശിവകുമാർ, ചാണ്ടി ഉമ്മൻ, VT ബൽറാം, മാത്യു കുഴൽനാടൻ, M ലിജു തുടങ്ങിയവരൊക്കെ മന്ത്രിസ്ഥാനം ലക്ഷ്യമിട്ടുള്ള ചില മൂവ്മെന്റ് നടക്കുന്നുണ്ട്. അതിന് ചില ഗ്രൂപ്പ് സമവായങ്ങളുണ്ട്, സമുദായ സമവാക്യങ്ങളുണ്ട്. അതൊക്കെ സുനിൽ ഐസക്കാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകുന്നത്. മുഖ്യമന്ത്രി ആകണം എന്ന ആഗ്രഹത്തിന്മേൽ നടത്തുന്ന പോരാട്ടത്തിന് പിന്നാലെ മന്ത്രിയാകാനുമുള്ള ശ്രമങ്ങൾ കോൺഗ്രസിൽ സജീവമാണ് എന്നാണ് നമ്മൾ ഇപ്പോൾ കാണുന്ന കാര്യം. പക്ഷെ ഇതിനെല്ലാം ആദ്യം സംഭവിക്കുന്നത് UDF-ന് ഭൂരിപക്ഷം കിട്ടുക, കോൺഗ്രസിലെ ഭൂരിപക്ഷം ആളുകളും വിജയിക്കുക എന്നുള്ളതാണ്. അത് നടക്കുമെന്നറിയാൻ മെയ് 4 വരെ കാത്തിരിക്കേണ്ടി വരും.